ബിൽഡിങ്ങിനെ മാത്രമല്ല സ്ഥലം തന്നെ ഇപ്പോൾ പേടിച്ചിട്ടാണുള്ളത്. പൊട്ടിയതിൻ്റെ പിറ്റേന്ന് അവിടെ ബോഡികൾ റിക്കവർ ചെയ്യാനും ഉണ്ടായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് വന്നു. പിന്നെ ഇന്നിപ്പോൾ വീടിൻ്റെ കണക്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നിപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. എന്നുവെച്ചാൽ ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ ഇപ്പോൾ ആകെ ഒരു ടെൻഷനാണ്. ആലോചിക്കാൻ പറ്റുന്നില്ല. വെച്ചാൽ ഇതിങ്ങനെയല്ല ഉണ്ടായത്. ഇത് ഞങ്ങളെവിടെ പോയാലും ഞാനൊക്കെ അഹങ്കാരത്തോടു കൂടി പറയുന്നത് ഞങ്ങളെ നാടാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കേട്ടോ. ഞാൻ എറണാകുളത്തെ പണിയെടുക്കുന്നത്, ബാംഗ്ലൂർ എയർപോർട്ടിലായിരുന്നു. എറണാകുളത്താണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. അവിടെ ഈ കൊതുകും ഇതൊക്കെ ശല്യം കൊണ്ട് അവിടെ ചെക്കന്മാരത്തേക്ക് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ പോയാലൊന്നും ഉറങ്ങാൻ പറ്റിയ സ്വർഗ്ഗമാണ് ഇതെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വർഗം കാണുമ്പോൾ തന്നെ എന്താ പറയുക, നാട് കാണുമ്പോൾ തന്നെ നരക തുല്യമായിട്ട് ഇപ്പോൾ കാണുന്നത്. പേടിയാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് കൂടെ ഞാൻ എന്തെങ്കിലും കാട്ടി ക്യാമ്പിലേക്ക് എത്തും. നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ തോന്നും. ചങ്ങന്മാരെ വീടൊക്കെ ഉണ്ട്, നിൽക്കാൻ തോന്നൂല. പേടിയാ. എന്നാൽ അതെന്ന് വെച്ചാൽ 2019 ഒരു വെള്ളം കയറിയതേ ഉള്ളൂ. അതാണ് ഞങ്ങളും ഇപ്രാവശ്യം പ്രതീക്ഷിച്ചത്. ഇത്രയും വലുത് വരും എന്നുള്ളതൊരു ഇതില്ല. കാരണം ചിലപ്പോൾ എൻ്റെ ചങ്ങായിമാരിന് എത്ര ആൾക്കാർ പോയി എന്നൊന്നും അറിയില്ല. ആരെയും ഒന്ന് കാണുന്നവരെ കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. എൻ്റെ മേലൊക്കെ ഒന്നും